എന്താ ആ ചെറുക്കൻ ഇവിടുന്ന് കണ്ണെടുക്കുന്നില്ലല്ലോ. അവൻ അകത്തേക്ക് വരാതിരിക്കാൻ നോക്കണം. ഈ ഗോവിന്ദരാജ പറഞ്ഞ പോലെ ദേവസ്ഥന്റെ പ്രശ്നം ഉള്ളതാണെങ്കിൽ അമ്മ ഇത് കേസായി കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റിക്കാരെ പൊക്കാൻ പോലീസുകാർ ഇവിടെ വരും. അവർ ഗോവിന്ദനെ അന്വേഷിക്കും. ഇവൻ അവരെ ഇവിടെ കൊണ്ടുവരും. കമ്മിറ്റിക്കാരെ പൊക്കാൻ വന്ന പോലീസുകാർക്ക് ബോണസ് ആയിട്ട് ഒരു ഡെഡ് ബോഡിയും കിട്ടും, കൂടെ പുതിയ വില്ലന്മാരെ. നമ്മളാണോ വില്ലന്മാര്? അടുത്ത ജീവിതം സമാധാനമാണ്. ഞാൻ പോകും. അപ്പോ മുറുക്കുമായിട്ട് അങ്ങോട്ട് പോയി കാര്യങ്ങൾ സംസാരിച്ചാലോ? സംസാരിച്ച തീരത്ത് പ്രശ്നങ്ങളില്ലല്ലോ. നീ മാത്രമാണോ ഇവിടെ? എല്ലാരും പെട്ടിരിക്കല്ലേ? പോലീസ് കേസൊക്കെ പേടിയാ. നമ്മളൊരു ജീവിതം കൊടുക്കാൻ നോക്കി കൊടുക്കാൻ അവരുടെ ജീവിതം തൊലച്ച് വെറുതെ ജീവൻ കളയാൻ നിൽക്കല്ലേ? ഞങ്ങൾക്കൊക്കെ ധൈര്യം തരേണ്ട ചേട്ടൻ ഇങ്ങനെ പേടിത്തോറിയാവല്ലേ? നമുക്കേ ആ മോഹൻദാസിനെ കണ്ട അന്തസ്സായിട്ടൊന്ന് കാല് പിടിച്ചാലും. ഞാനിതുവരെ പോയില്ലേ? അല്ലത് മേലത്തെ കണക്ഷന്റെ കാര്യം ഒന്ന് റെഡിയാണുണ്ടല്ലോ. ഞാനേ അവരോടും സംസാരിച്ചിട്ട് പറയാം. ശരി. അല്ല ബാക്കിയുള്ളവരൊക്കെ അവിടെ സത്യായിട്ട് ഇൻട്രസ്റ്റില്ല. അതങ്ങനെയല്ല, അയാളെ ഈ ഭഗവതിയെ രക്ഷിക്കാനുള്ള ഒരു തത്രപ്പാടില്ല. ഇന്നലെ തൊട്ട് ഞങ്ങളും കണ്ടിട്ടില്ല. അങ്ങോട്ട് ചോദിച്ചാ മതി. എന്തായി? മാമനെ കണ്ട? ചൂട്ടിയൊന്നുമല്ല, വന്നോളൂ. പിന്നെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും അസ്കിത ഉണ്ടെങ്കിൽ ഒരാശ്വാസത്തിനകത്ത് കയറിയൊന്നും മാമനെ കണ്ടില്ലെന്ന് വെച്ചങ്ങ് ചാടി ഇറങ്ങുക തപ്പാൻ. ആശ്വാസം കിട്ടാൻ മുട്ടിറക്കൊന്നും വേണ്ട. വീട്ടിലൊരു ഗ്രഹപൂജ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് പോയി തൊഴുതിട്ട് വരാം. അങ്ങനെയാണ്. അപ്പൊ ഏതായാലും നമുക്കൊരു 2-3 ദിവസം കൂടെ കയ്യിലുണ്ട് ഇയാളെ ഒഴിവാക്കാൻ. അപ്പോഴും നമ്മൾ ആ സുഭാഷിന്റെ മോണിറ്ററിംഗ് തന്നെ ആയിരിക്കും. ഇപ്പൊ തന്നെ ഒരു കുത്തും കുത്തി. ഞാൻ പറഞ്ഞ ചാക്കൊന്നുകൂടി വലുതാക്കാം. എന്നിട്ട് ഇവനെയും കൂടി തട്ടി ഉള്ളി കയറ്റി എവിടെയും കൊണ്ടക്കളെ. അത്ര സ്ട്രെസ് ഒഴിവാക്കാൻ വേറെ ഒരു വഴിയില്ലേ? ഹലോ, ഞാനിവിടെ ബസ് സ്റ്റാൻഡ് അവിടെ നോക്കുന്നത്. ഒരു ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു ബസ്. ജാനകി കണ്ടില്ലേ? ഞാൻ കൈ നോക്കാം. നോക്ക് നോക്ക്. ഇവിടെ നിൽക്കുവായിരുന്നു. നമുക്ക് വീട്ടിൽ പോയി ചായ കുടിക്കാറുണ്ടല്ലോ. വീട്ടിലെല്ലാരും നിന്നെ കാത്തിരിക്കുക. അമ്മേ മഹാമായേ രക്ഷിക്കണേ. ശുക്ലാംബരതനും ദേവി ഒന്ന് മോൻ കാണിക്കുന്നത് ഒരു പ്രത്യേക സന്തോഷം. ക്ലിങ് എന്ന് പറഞ്ഞ് വീഴുമ്പോഴേ നമ്മൾ പ്രാർത്ഥിച്ചത് ഏറ്റവും എന്നുള്ളൊരു വിശ്വാസം വരുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. അച്ഛനും ഫ്രണ്ട്സും കൂടെ തുടങ്ങിയതാ. ഏത് ഈ ചായ്പ? ഇതല്ല അത്. തറവട്ടമ്പല അല്ലല്ല. പിന്നെ എങ്ങനെ തുടങ്ങി മനസ്സിലായില്ല. പ്രതിഷ്ഠ ആരാ? മോഹിനീശ്വരി ദേവി. വ്യാജ അമ്പലോ? ഈ ഏടാകുടത്തിന്റെ പ്രശ്നം തീർക്കാൻ നല്ല. അതിലെന്തേലും സംശയം തോന്നി അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഞാൻ തൊഴുത്തി കുത്തിയല്ലേ? നീ മാത്രല്ല അങ്ങനത്തെ പറഞ്ഞ ഈ നാട്ടിൽ ഒരു 26 വയസ്സ് തോന്നിക്കുന്ന ഒരു തനാ. നിനക്ക് അങ്ങനെ അവനെ കിട്ടി? അതല്ലേ കിട്ടി. ഇതാണ് ഇതിനാണ് ഞാനില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ തന്നെ അയാൾ ഒടുക്കത്തെ വെറുപ്പിക്കലായിരുന്നു. അതിന്റെ കൂടെ ഈ വരവും കൂടെ ആയപ്പോ ഇവരും തിരിച്ച് ഓരോന്ന് പറഞ്ഞ ആകെ സംസാരിക്കും കൊടുത്തു. പോരെ അംഗം. ഹലോ. അതോടുകൂടി കാശ് വേണ്ട, ഓപ്ഷൻ ബി മാത്രം മതിയല്ലോ. അയാൾ എന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കി നാട്ടുകാരെ കൂടി അറിയിക്കുന്നതായപ്പോ ഇവരൊക്കെ കൂടി അങ്ങ് മട്ടം. നന്നായി. അല്ലെങ്കിൽ ശശിയേട്ടാ ഇങ്ങനത്തെ കേസുകൾ നമ്മൾ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. മുതിർന്നവർ തന്നെ മുൻകൈ എടുത്ത് അത് ഒത്തുതീർക്കുന്നതാണ്. ഇവരെല്ലാം ചേർന്ന് അയാളെ ഇവിടെ ഇട്ട് എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? ഒരു സെറ്റ് കൊലയാളികള് ഒരു നീ എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞതാ. എന്ത് പോകുമ്പഴി? എന്തോ വണ്ടി പഞ്ചറായിട്ട് സഹായിക്കുന്നു. ഈ കാര്യത്തില് നിനക്ക് മാത്രമേ ഞങ്ങൾ സഹായിക്കാൻ പറ്റുള്ളൂ. നിനക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. വലുതാക്കാം. ഇയാളെയും തട്ടി ഉള്ളി കയറി കൊണ്ടക്കളെ.
അങ്ങനെ സത്യമൊന്നും അറിയാവുന്നൊരുത്തരും ജീവനോടെ പോകണ്ട. അവൻ പറഞ്ഞൊന്നും കാര്യാക്കണ്ട. നീ ഞങ്ങളെ ഇതിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റി തരണം. നടുക്കടലിൽ വീണ എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. Ripetere pure che state ആ സ്ഥാനം അവന് തന്നെയല്ലേ കിട്ടുക. അല്ലെങ്കിൽ ചുമ്മാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കാം. അത് ഞാനൊക്കെ ജസ്റ്റ് എസ്കേപ്പ് ആണല്ലേ. പുറത്തോട്ട് ഇറക്കാൻ പോലും പറ്റുന്നില്ല. ഒന്ന് മാറിക്കേ. സ്റ്റാൻഡിൽ വെച്ച് കണ്ട ആ വ്യാലിയുടെ പേരെന്താ? സുഭാഷ്. ആ ഓ, എങ്ങനെയെങ്കിലും ഇവിടെ ഇടിച്ചു കയറാനുള്ള പദ്ധതി ഇട്ടുണ്ടാവും. आ सकता है वही सुहास ഇപ്പൊ സമയത്ത് മണിക്കൂറിനുള്ളിൽ അവനോട് എത്തും. ഒരു തലവേദന ഒഴിഞ്ഞല്ലേ ഉള്ളൂ, ഇനിയിപ്പോ ഈ വയ്യാവേലിയും കൂടെ പിടിച്ചു വെക്കണോ? അല്ലേച്ചി ഇപ്പത്തെ എനിക്ക് ചിന്തിക്കുന്നവർക്കൊന്നും നമ്മളെ ഇതിൽ നിന്ന് എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇവനാകുമ്പോഴേ തലയിൽ എന്തെങ്കിലും കോനഷ്ടൊക്കെ വന്നോളൂ. ഇപ്പൊ തന്നെ മറ്റവനെ സ്കെച്ച് ചെയ്തു. അതുമാത്രല്ല, ഈടുത്ത സുഭാഷ് 1 മണിക്കൂറിൽ ഈടെ എത്തുന്നല്ലേ പറഞ്ഞ്. എക്സ്പീരിയൻസ് അടിക്കും. അല്ലെങ്കിൽ തന്നെ മറ്റവൻ 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തുമെന്ന് പ്രവചിക്കാൻ ഇവനാരാ ദൈവം? आगे शायद देखो जैसे उसने बोला था वैसे इनको भी लेके आ गए वो വൈകാതെ തന്നെ നടത്താമെന്ന് വിചാരിക്കുക. നിങ്ങളെല്ലാരും പോകാത്ത നന്നായി. ഭരതേട്ടനോട് ഈ നാട്ടുകാർ ഇവിടുത്തെ കൊച്ചു കുട്ടികളൊക്കെ വലുതാകുമ്പോ ഭരതേട്ടൻ പോലെ ആകണമെന്നാ പറയാറ്. उसने शायद इन दोनों को बता दिया. മൊത്തം 5, താഴെ 3, മുകളിൽ 2. മാസ്റ്റർ മോളായിരിക്കില്ലേ? चेक कर रहे देखो ഇല്ല, തപ്പിക്കൊണ്ടിരിക്കുക. കിട്ടുമായിരിക്കും. അമ്മയുടെ മകൻ അപ്പൊ താഴെ എന്താ പറയുന്നു കോണിയുണ്ടല്ലോ പുറകുവശത്ത്, അതുവഴി. നാട്ടിൽ നിങ്ങളെ സീതാറാം മിൽസിലെ ഫോണിൽ മാനേജ് ചെയ്യാവുന്നതേ പോയി. അപ്പൊ പിന്നെ പതുക്കെ क्या स्मेल आ रही ഓഫീസിൽ കയറിയാൽ മതിയാവൂലേ? ആ ഇവിടുന്ന് നേരെ चला रही धुआं चला रही സുഭാഷന്മാരെ ഒന്ന് മാറൂ. ओए किस उसको पहचान लिया ആ ഫോട്ടോയിലൊന്ന് കണ്ടു मुझे किसी फोटो है इसमें ഞെട്ടിയോ? ചെലവായി, എന്നാലും ഗ്രാൻഡ് ആയില്ലേ? ഒരു മൂലയിൽ കിടന്ന കുഞ്ഞമ്പലം നാടറിയുവാനുങ്ങളുടെയും ഗുണം കൊണ്ടാ. അതെ, അദ്ദേഹം എന്തിനും ഏതിനും മുന്നിൽ തന്നെ ഉണ്ടാവുമായിരുന്നു. അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ധൈര്യം. ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശരിക്കും എന്ത് കാര്യത്തിനായിരുന്നു പുള്ളി അതൊക്കെ ചെയ്തത്? അല്ല, അത് കിട്ടില്ല എന്നും പറഞ്ഞ് പുള്ളി എന്നെ ചാടി ഇറങ്ങിയതാണ്. ഓ, 30 ലക്ഷം രൂപയ്ക്ക് പുനരുദ്ധാരണമൊക്കെ നടത്തിയിട്ടുണ്ടോ? എല്ലാ ആവശ്യങ്ങൾക്കായിട്ട് പിന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ എങ്ങനെയുണ്ടാ മേളില് സെറ്റപ്പ് ഒക്കെ കൊള്ളാം. വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. അവനെ വിട്ടേക്ക്. ഇനി അടുക്കളോടെ നിങ്ങൾ ആരും വരട്ടാ, ഞാൻ പൊക്കോളാം. देखो ഹലോ, चांसेस कर रहा उनके घर की മേലോട്ട് വലിക്കണില്ല. അപ്പൊ കോരി കുളിക്കാന്ന് വെച്ചു. പോയിരുന്നോ? 2 തൊട്ടി കോരാ. ശരിയെന്നാ. बच गए हो ഏയ് ഇല്ല. അത് നിങ്ങൾ പാവങ്ങളായോട് തോന്നാത്ത. മാമ മിസ്സിംഗ് അതിനെ കുറിച്ച് ഇവർക്ക് എന്തൊക്കെയോ അറിയാമെന്ന് എനിക്ക് തോന്നണം. ആ ഫെയർ ആൻഡ് ഫ്ലൈ ആയിട്ട് നാട്ടുകാരെ വിളിപ്പിക്കാൻ ഇറങ്ങിയായിരുന്നല്ലോ നീ. ആ ക്രീമിന്റെ ഗുണം കൊണ്ട് പണ്ട് സ്റ്റേഷൻ മുഖത്തെ പാണ്ട് ഒഴിവാക്കാൻ ഇനി ചെയ്യാത്ത പണിയൊന്നുമില്ല. അതിനിടയിൽ ഓരോ സംശയവും പറഞ്ഞ് ഇല്ലാത്ത കേസ്. കേട്ടാ നോക്കി, ഈ സാധനം ഒടിച്ചിട്ടാണ് നാട് ചുറ്റപ്പോ നിങ്ങക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ആ അതാ പറഞ്ഞേ, ഫോണും ചെയ്തിട്ടുണ്ട്. 2-3 തവണ ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളിനത് അവിടെ വെച്ച അവസാനമായിട്ട് കാണാൻ. ലക്ഷം മുടക്കി കരള് മാറ്റി വെച്ച് ജീവനം കൊണ്ട് തിരിച്ചു വന്നപ്പോ കേൾക്കണു ജയിലിൽ പോണ്ടി വരുമെന്ന്. എനിക്ക് എന്തിന്റെ കാര്യമായിരുന്നു? അതിന് ഗോവിന്ദൻ എവിടെ? ഗോവിന്ദൻ എവിടെയെന്ന് എനിക്കറിയില്ല. അവന്റെ മൊബൈൽ കിട്ടിയിട്ടുണ്ട്. വീട്ടുകാരെ സംശയിച്ച് കിടക്കുന്നത്. അയ്യോ,
ഈ മൊബൈൽ കയ്യിലുള്ളതുകൊണ്ട് ആ സുഭാഷ് നമ്മുടെ കാര്യങ്ങൾ പലതും അറിഞ്ഞെന്നൊക്കെ പറഞ്ഞ് അവരെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ സംശയം അതല്ല, ഈ ഗോവിന്ദൻ പൈസ വിടും ഞാൻ അങ്ങോട്ട് പോയി കാണുമൊക്കെ അവിടെ സംസാരം വന്നിട്ടുണ്ട് ഇപ്പോഴും. അതേന്ന് അവര് ക്യാഷ് इसको बता देना നമുക്കപ്പോ ആ വീടങ്ങ് ഉറപ്പിക്കാട്ടോ. അയ്യോ നമ്മള് വേറൊരു നമ്മളൊന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞതല്ലേ. അല്ല അവരെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഉടനെ അഡ്വാൻസ് വന്നപ്പോ പ്ലാൻ ചെയ്തു വന്ന കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. മോനെ കഷ്ടിച്ച നമ്മളിപ്പോ ഒരു ഫുൾ പടത്തിൽ നോക്കിയിട്ട് പറ്റാത്തതാണ് അവൻ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ഒപ്പിച്ചത്. അവനെ പൂട്ടലത്ര എളുപ്പമല്ല, എവിടെയും പോയില്ല. सुभाष पे है उसमें नजर लग रही है इसमें അപ്പൊ നിങ്ങൾ ഈ വീട് വേറെ ആർക്കാ കൊടുത്തത്? അത് കറക്റ്റ്. അപ്പൊ പിന്നെ അവരെന്നോട് കള്ളം പറഞ്ഞായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു എന്തേലും കള്ളത്തരം ഉണ്ടെങ്കിൽ അവനിപ്പോ തിരിഞ്ഞു. അതെന്താ അങ്ങനെ അതിന്റെ സൈക്കോളജി. ഏയ് അവര് പാവങ്ങളാണ്. അവനൊരു പഠിച്ച കള്ളനായാലോ. വന്ന ശത്രുക്കളെ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ ഒന്നാ സുഭാഷിനെ കൂടി ഒന്ന് കെട്ടിയെടുത്തേക്കണേ. അപ്പുറത്തെ വീട്ടിലെ സുഭാഷിനെ കൂടി ഒന്ന് കെട്ടിയെടുത്തേക്കണേ. ये बात नहीं कर रहा है മാമനെ കാണാതെ അതറിഞ്ഞില്ലേ? सुनता है सबको बता रहा हूँ മാമ മാമ മാമ. പിന്നെ കുടങ്കാരൊന്നും നാട്ടുകാരെ അടുപ്പിക്കാറില്ല. പക്ഷേ അവൻ ഒറ്റയ്ക്ക് മതിയല്ലോ അവളെ പൂട്ടാൻ. അവനിപ്പോ അവന്റെ കളി മാറ്റി തുടങ്ങിയിട്ടുണ്ട്. കളി തുടങ്ങിയിട്ടുണ്ടാവും. आगे चला दी മൈദ കലക്കി തുടങ്ങിയിട്ടുണ്ടാവും. അവൻ ഇന്നത്തെ രാത്രി തന്നെ ധാരാളം മതി. आगे पुलिस वाले